ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യുന്നത് കബാബാണ്, ബീഫ് കബാബ്. അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് കബാബിന് ആണ്, ഇത് ബീഫാണ്. ഇത് 1 കിലോ ബീഫ്, 200 ഗ്രാം നെയ്യ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ പോകുന്നത് ഇത് ഒരു സവോള, 6 വെളുത്തുള്ളി, 6 കാന്താരി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുതിന, മല്ലിയില. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ്. കീമ അരയ്ക്കുന്ന മിക്സിനാണ്, അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ 1 കഷ്ണം 2 കഷ്ണം എടുത്താൽ നമ്മൾ 2 ഉള്ളി ഇട്ടു, പിന്നെ 2 കഷ്ണം ഇഞ്ചി അതിൻ്റെ കൊടുത്തു. കാരണം മിക്സായി വരാൻ വേണ്ടി അതിന് ഇട്ട് കൊടുക്കും. നമ്മൾ ചില മുതിനയില ഇട്ടു, ചില മല്ലിയില ഇട്ടു. വീണ്ടും നമ്മൾ ബീഫിൻ്റെ കഷ്ണം ഇടുന്നു. മാറ്റി അരയ്ക്കുന്നു കൊഴുപ്പ്. അതിനുശേഷം നമ്മുടെ സവോള വീണ്ടും ഇട്ടു. ഇതിൽ നമ്മൾ ബീഫ് ഇടുകയാണ്. കാന്താരിക്ക് പകരം നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കീമ നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ്, അരച്ചെടുത്തിരിക്കുന്ന ഇനി കീമയാണ് നമ്മൾ പറയുന്നത്. ഇത് വാങ്ങാൻ കിട്ടുകയും ചെയ്യും. മെഷീൻ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. വീട്ടിൽ അരച്ചെടുത്താൽ നമുക്ക് നല്ല സാധനവും കിട്ടും, നമുക്ക് ഒരുപാട് പൈസ ലാഭമുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ അരച്ച് വെച്ച കീമയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് ഉപ്പിട്ടു, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയെ, 1/4 ടീസ്പൂണ് ഇത് ഗ്രാമ്പു പൊടിച്ചത്. ഇത്രയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റ് വെറൈറ്റിക്ക് വേണ്ടി നമുക്കൊരു സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. അപ്പം നല്ല വണ്ണം നമ്മളിത് മിക്സാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോൾ പിടിക്കുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കൊരുക്കുകയാണ്. ഈ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കൊരുത്തിട്ട് ഇങ്ങനെ നമ്മൾ പിടിക്കണം. സ്റ്റിക്കിൽ റെഡിയായി. അപ്പം നമ്മളിനി തീ കനലിലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മുടെ കബാബ് റെഡിയാണ്. കണ്ടോ, എണ്ണയൊക്കെ അതിലേ വേണ്ടോ, ഫാറ്റെല്ലാം ഇങ്ങനെ കത്തിപ്പോവാണ്. അപ്പം നമുക്ക് ശരീരത്തിന് ഒരു കേടുമില്ല. വൈകുന്നേരമൊക്കെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, വല്യപ്പച്ചന് കൊടുക്കാം, വല്യമ്മച്ചിക്ക് കൊടുക്കാം, ആർക്കും കഴിക്കാം. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ആദ്യം, എന്നിട്ട് അത് നോക്കിയിട്ട് വേണം അഭിപ്രായം. ഓക്കെ, ബൈ.